ഞാനിന്നൊരു ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനൊരു 900 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്ത് തൊലി കളഞ്ഞെടുത്തിട്ട് അത് കുരുകുരുന്നുള്ള കഷ്ണങ്ങൾ ചോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ ഒരു സവാള അതിന് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 ചോള അതും കുരുകുരുന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ചോപ്പ് ചെയ്തെടുത്ത ഈ കുരുകുരുന്ന് അരിഞ്ഞെടുത്ത ക്യാരറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കണം. ഒന്ന് ബോയിൽ ചെയ്തിട്ടാണ് അത് തോരൻ ആക്കിയെടുക്കുന്നത്. കാരണം അല്ലാതെ നമ്മൾ ഡയറക്റ്റ് തോരൻ പച്ചയ്ക്ക് അതിനകത്തേക്ക് ഇട്ട് റെഡിയാക്കി എടുക്കുമ്പം എന്താ പറയുക, പെട്ടെന്ന് ആവാൻ ഒത്തിരി ടൈം എടുക്കും. പിന്നെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പീൽ ചെയ്തെടുത്തിട്ട് കുരുകുരുന്ന കഷ്ണങ്ങളാക്കി ബോയിൽ ചെയ്തെടുക്കാം. ഞാൻ ജോയി തലക്കട ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് തോരനാണ്. ക്യാരറ്റ് ഇതുപോലെ മുറിച്ച് കുരുകുരുവെന്ന് അരിഞ്ഞെടുക്കുക, ചോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് പാലിലിട്ട് വേവിച്ചെടുക്കാൻ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ട് അതിനകത്ത് വേവിച്ചെടുക്കുമ്പോൾ ടൈം എടുക്കുക. അത് കാരണം കൊണ്ട് ഞാനത് ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടേക്കാണ്. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് അത് തോരനാക്കി എടുക്കാം. ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാനായിട്ട് വഴറ്റാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ചുള വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തത്. പിന്നെ ഒരു പച്ചമുളക് ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. എരിവിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വേപ്പില ഒരു അല്ലി, ഒരു വലിയ ഓണിയൻ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. ഇനി ഇതൊരു പാൻ വച്ചിട്ട് പാനിലേക്ക് ആഡ് ചെയ്യാം. പാനിലേക്ക് ഇത് ആഡ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. അങ്ങനെ സവാളയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ മറന്നു കയറി സാധനം കടുക്, അത് അതിൻ്റെ നടുക്കിട്ട് കൊടുത്തൊന്ന് റെഡിയാക്കിയെടുക്കാൻ. ഇപ്പോഴത്തേക്ക് എൻ്റെ സൈഡിലായിട്ട് ഞാൻ 1/2 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. 1/4 സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യാണ്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഓണിയനൊക്കെ നല്ലോണം വഴണ്ടു. ഇതിനകത്തേക്ക് പൊടിക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് വളരെ ലോ ഫ്ലെയിമിൽ ഇടണോട്ടെ ഗ്യാസ്. അങ്ങനെ ക്യാരറ്റ് തോരൻ റെഡിയായിരിക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്നുള്ളൂ. നിങ്ങളത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, എല്ലാം ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.